May the Lord's name be glorified. വീണ്ടും ഒന്നിച്ച് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത പ്രിയ സഹോദരന്മാരോടുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. I thank the Lord for giving us an opportunity like this, and I also want to extend my thanks to every brothers who has arranged this meeting. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക്ക്ഡൗണിന്റെ ഒക്കെ സമയത്ത് ഞാൻ ദൂത ബൈബിളിന്റെ പഴയ നിയമ ഭാഗങ്ങൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. During this time of lockdown period, I was going through the book, through the Bible, translating it and editing it during these times. അപ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ പ്രത്യേകിച്ച് യോവേലിന്റെ പ്രവചനത്തിലെ ഒരു വാക്യം യാദൃച്ഛികമായിട്ട് ശ്രദ്ധിക്കാനിടയായി. When I was doing that, I was able to notice one verse from the book of Joel in the Old Testament. യോവേല് ഒരു ചെറിയ പ്രവാചകനാണ്. 3 അധ്യായമുള്ള ഒരു ചെറിയ പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. Joel is one of the minor prophets, and he has written a book which has only 3 chapters. എന്നാൽ അത് തുടങ്ങുമ്പോൾ തന്നെ യോവേല് പറയുന്ന ഒരു ആമുഖ പ്രസ്താവന ഒരു നിമിഷ നേരത്തേക്ക് എൻ്റെ ശ്രദ്ധയെ അവിടെ പിടിച്ചു നിർത്തി. The introduction that he has given in the first chapter caught my attention and made me to stand still at that point of time. യോവേൽ 1-ന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. Joel chapter 1 verse 2 reads like this. മൂപ്പന്മാരെ ഇത് കേൾപ്പി, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവി. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. Hear this, O elders, and listen, all inhabitants of the land. Has anything like this happened in your days or in your father's days? പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇതിനു മുമ്പ് വന്നിട്ടില്ല. When I look into my own life, I have never come across a situation like this that is happening right now in my own days. എൻ്റെ പിതാവും എന്നോടൊപ്പം വളരെ നാളുകൾ ജീവനോടുണ്ടായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് വളരെ അടുത്തറിയാം. എൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിലും ഇങ്ങനെ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന പോലെ ഒരു മഹാമാരിയുടെയും ലോക്ക്ഡൗണിൻ്റെയും ഒക്കെ ഒരു സമയമുള്ളതായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. My father was with me for many years, and I grew up with him, and I don't even recollect my father making mention of such pandemic times and experiencing lockdown in his days. ഇവിടെ ഇതാ യോവേല് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്? I was noticing that Joel is looking into our faces and asking this question. Has this happened in your lifetime, in your days, or in the days of your father? നമ്മൾ ഇന്നൊരു മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. ഏതാണ്ട് അതുപോലെ തന്നെ സമാനമായ ഒരു പ്രകൃതി ആ നിലയിലുള്ള ഒരു തിരിച്ചടിയിലൂടെയാണ് അന്ന് യഹൂദ ജനത കടന്നുപോയത്. Just like we are going through a time of pandemic, the people of Judah were also going through a time of pandemic in this time when he was writing. അതിന്റെ ഒരു നേർചിത്രം, അവർ കടന്നുപോയ ആ പ്രയാസത്തിന്റെ ഒരു ചിത്രം 1-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. And we get a picture of what they were going through from verses 4. What the gnawing locust has left, the swarming locust has eaten. And what the swarming locust has left, the creeping locust has eaten. And what the creeping locust has left, the stripping locust has eaten. നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഈ കാർഷിക പ്രധാനമായ ഒരു രാജ്യത്തെ വെട്ടുക്കിളിയുടെ ഒരു മഹാസൈന്യം വന്ന് ആക്രമിച്ച് ഒരു പുൽനാമ്പ് പോലും ഇല്ലാതെ ശേഷിപ്പിച്ചിരിക്കുന്നു.
We can imagine this in our mind, a land that was full of agriculture, a big swarm of locust is coming and eating it to such an extent that not even a blade of leaf is left in the land. അവർക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു പ്രകൃതിയിലെ ഒരു പ്രതിഭാസം കൊണ്ട് ഈ നിലയിൽ സംഭവിച്ച് അവർ ഭക്ഷിക്കാൻ പോലും ഒന്നുമില്ലാതെ ജോലി ചെയ്യാനൊന്നുമില്ലാതെ വീടുകളിൽ ഒതുങ്ങിയിരുന്നപ്പോ ഇതാ പ്രവാചകൻ ചോദിക്കുന്നു, ഇതിനു മുമ്പ് നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ? When the people were sitting like this, not able to do any agricultural work, and the prophet is coming and asking a question like this to the people of that land, has such a thing happened in your days or in the days of your father? നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് പോലെ അതിന് സമാനമായ ആ നിലയിലുള്ള ഒരു മഹാമാരിയിലൂടെ, ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ രാജ്യം മുഴുവൻ കടന്നു പോകുന്ന ഒരു രംഗത്താണ് പ്രവാചകൻ അവരോട് അവരുടെ ഉള്ളങ്ങളെ ഉണർത്തിക്കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. Just like we are going through the difficulties and the trials of a pandemic time, trying to revive the hearts of the inhabitants of his land, he is asking this question to the people: has anything of this sort happened or in your days or in the days of your fathers? ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ പങ്ക്? When such a difficulty is happening all throughout the world, what do we have as a role to play? ആ ഒരു ചോദ്യത്തോടെ നമ്മൾ ഈ യോവേലിന്റെ പുസ്തകം തുടർന്നുള്ള ഭാഗങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഇതാ യോവേൽ അവരോട് പറയുന്നു, നിങ്ങള് ദൈവസന്നിധിയിൽ കൂടുതൽ ഒരു അനുതാപത്തോടും ഒരു സമർപ്പണത്തോടും കൂടെ വരാനുള്ള ആഹ്വാനം നമ്മൾ കാണും. When we look and read at the rest of the verses in the book of Joel with this intention to understand what is our role, we can see that Joel prophet is giving the people a call that you are being wanted to be coming before the Lord with repentance and to seek the Lord. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദൈവം എന്തോ ഒരു കാര്യം പറയുകയാണ്, എന്തോ ഒന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയാണ് എന്ന് ചിന്തിക്കുന്ന ഭാഗങ്ങൾ ബൈബിളിൽ വേറെയും നമുക്ക് കാണാം. We can see in other passages of the scripture that when a natural disaster is coming upon the land, God is trying to speak something through that incident, is what we can see from the other scriptures. 2 ശമൂവേൽ 21 പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ ദാവീദിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം കാണുന്നുണ്ട്. We can see one incident that happened during the times of King David from 2 Samuel chapter 21. അവിടെ ദേശത്ത് തുടർച്ചയായിട്ട് 3 സംവത്സരം ക്ഷാമമുണ്ടായപ്പോ ദാവീദ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുകയും നേരത്തെ ഗിബെയോന്യരോട് ചെയ്ത ആ സഖ്യത പാലിക്കാഞ്ഞതാണ് ഇതിന് കാരണം എന്നുള്ള കാര്യം വെളിപ്പെടുത്തപ്പെട്ടു. താൻ അതിന് പരിഹാരം ചെയ്തു. We see in that initial passages that when the famine was continuing for 3 years, we see that David is seeking the presence of the Lord, and the Lord is revealing the reason, that it was because how Saul had treated the house of the Gibeonites, and then David is making a restitution for that sin and how the Lord is dealing with his people. ഇവിടെ ഇപ്പോഴൊരു പക്ഷേ നമ്മള് വിശ്വാസ സമൂഹം നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നതായിരിക്കേയില്ല. That this passage does not imply that it is something that the church of God, the people of God has done something wrong and you are being called to do some kind of restitution. That might not be the reason for this current pandemic. എന്നാൽ ഇവിടെ ഇതാ യോവേല് ഈ വെട്ടുക്കിളി ശല്യം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടെയുള്ള മുഴുവൻ പേരോടും അനുതാപത്തിലേക്കും സമർപ്പണത്തിലേക്കും വരാനായിട്ട് ആവശ്യപ്പെടുക. But Joel in his
letter is calling all the inhabitants to come to the presence of God with a heart of repentance, and he is calling the people to be restored back to God. അത് നല്ലതാണ്. ഒരു പക്ഷേ ഈ ലോകം മുഴുവനുള്ള ഈ ഒരു കാര്യം നമ്മളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒന്ന് ക്രമീകരിക്കാനാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഏതായാലും നമ്മൾ ക്രമീകരിക്കുന്നതിലും ദൈവത്തോട് അടുത്ത് വരുന്നതിലും ഒരു തെറ്റുമില്ലല്ലോ എന്നുള്ള ചിന്തയിൽ യോവേല് മൂപ്പന്മാരോടും എല്ലാത്തരം ആളുകളോടും അനുദപിക്കാനും സമർപ്പിക്കാനും പറയുന്നു. Because it is good always to repent and to be restored back to the Lord. With that good intention in mind, Joel is calling out to the elders and to all the inhabitants to come back to the Lord. ഒരിക്കൽ ഇതുപോലെ ഒരു പഴയ നിയമ പ്രവാചകനായ യോന തർശീശിലേക്ക് പോകാൻ കയറിയ കപ്പല് വലിയ കോളിളക്കത്തിലും വലിയ ആ നിലയിൽ ഇപ്പൊ മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയിലും എത്തിപ്പെട്ടു. Another instance is in the book of Jonah, who was moving towards Tarshish. A big storm came upon the vessel, the ship that he was traveling, and there was a difficulty that he faced. സത്യത്തില് ആ യോന ഒഴിച്ച് ബാക്കി ആ കപ്പലിലുണ്ടായിരുന്ന ആളുകളൊക്കെ പാപികളായ ആളുകളും യോനയുടെ അത്രയും പോലും ദൈവ ചിന്തയില്ലാത്തവരും ഒക്കെയായ ആളുകളായിരുന്നു. Excepting for Jonah, all the other people in that ship were sinners and who did not know the Lord to the extent that Jonah knew God. എങ്കിലും ആ നിലയിൽ ആ കപ്പല് മുങ്ങുന്ന അവസ്ഥയിൽ എത്തിയത് ആരെ പ്രതിയാണ്? Even then, because of whom did that vessel face all that storm and difficult times? അത് യോന എന്ന് പറഞ്ഞ പ്രവാചകൻ ദൈവത്തിന്റെ നിയോഗം ലംഘിച്ച് മറ്റൊരിടത്തേക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് യോനയെ പ്രതിയാണ് ആ കപ്പലിന് മുഴുവൻ ഭീഷണി ഉണ്ടായത്. It was Jonah behind the reason that the ship was coming to a place where it can even sink, because Jonah went against the will of God. യോനയെ എടുത്ത് കടലിലെറിഞ്ഞതോടെ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു. അപ്പോ നോക്കുക, യോനയുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടിയാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും ദൈവം ഈ നിലയിൽ ഒരു ഭീഷണി അനുവദിച്ചത്. When Jonah was thrown out of the ship, everything came to a standstill. It was for making Jonah to be for him to come back to the Lord. The Lord allowed such a scary thing to happen to the people on the ship. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആകപ്പാടെ ഒരു കാര്യമാണ്. Dear ones, I am only trying to drive all of you to one point. അതായത് ഇന്നിപ്പം നടക്കുന്ന ഈ മഹാമാരിയിൽ ലോകത്തിലെ എല്ലാവരും പാടുപെടുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ദൈവജനത്തോട് മാത്രം, ദൈവജനം ഒരു കാര്യം ക്രമീകരിക്കാനാണോ ദൈവം ഇത് അയക്കുന്നത്? ആ ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല. I'm only trying to point out to this possibility that even though the whole world is going through a lot of difficulty because of this pandemic, there can be a possibility that it is to restore the people of God back to God. Maybe this is happening right now. ഈ മലയാളത്തില് ഒരു ചൊല്ലുണ്ട്, അത് നെയ്യപ്പത്തിന് നെയ്യ് കൂടി പോയത് കൊണ്ട് കുഴപ്പമില്ല എന്നാ ഒരു ചൊല്ല്. There is a saying in Malayalam that neyappam, which is a delicacy which you find in Kerala, even if the content of oil is too much in that appam, it doesn't matter. നമ്മള് വിശ്വാസികള് ദൈവത്തിനായിട്ട് സമർപ്പിച്ചവരും ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരുമാണ്. We believers are people who have surrendered to God and we are living for God. എങ്കിലും നെയ്യപ്പത്തിന് നെയ്യ് കൂടി പോയത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൂടെ ദൈവം ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുകയാണോ എങ്കിൽ നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് വരികയും കൂടുതൽ സമർപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നഷ്ടമൊന്നും വരികയില്ല. ഒരുപക്ഷെ ആ ഉദ്ദേശത്തിനായിരിക്കാം ദൈവം ഇത് ലോകം മുഴുവൻ അനുവദിച്ചത്.
Just like in that proverb, which is telling that there is no problem if the amount of ghee is more in that appam, like that, there is no harm if the people of God will become more consecrated and they will walk more closely to the Lord. നോക്കുക, ആ ഒരു കാഴ്ചപ്പാടിൽ യോവേല് പറയുന്നു, ഈ വെട്ടുക്കിളി ശല്യം ഉണ്ടായപ്പോ അതിന്റെ 1:13 പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ എന്ന് പറയുന്നു. 1:13. When this locust was destroying everything, we see in verse 13, to the priest it is being told like this: gird yourself with sackcloth and lament, O priest. തുടർന്ന് നോക്കുക, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവീൻ, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവീൻ എന്നൊക്കെ ഒരു അനുതാപത്തിന് വേണ്ടിയുള്ള ആഹ്വാനം. A call for repentance is what we see even in the following verses. Wail, O ministers of the altar. Come, spend the night in sackcloth, O ministers of my God. പ്രിയപ്പെട്ടവരെ, ഈ വെട്ടുക്കിളി വന്നതിന് പുരോഹിതന്മാരും യാഗപീഠത്തിലെ ശുശ്രൂഷകന്മാരും ഒക്കെ രട്ടുകൊടുക്കേണ്ടത് എന്തിനാണ്? Why has the priest and the ministers of the altars called for putting on a sackcloth? Because the locust has come and destroyed the land. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവരിലുള്ള അനുതാപത്തിന്റെ കുറവോ സമർപ്പണത്തിന്റെ കുറവോ പരിഹരിക്കാനായിട്ട് ദൈവം ആ രാജ്യം മുഴുവൻ അയച്ചതായിരിക്കാം വെട്ടുക്കിളി എന്ന ശല്യം. It might be possible that God wanted the repentance and the surrendering of the people of God to come more earnestly. He allowed the locust pandemic and disaster to come upon all the land. യോവേൽ അവിടെ നിർത്തുന്നില്ല. നോക്കുക, 2:16 നോക്കുക. Joel is not stopping over there. He continues to speak in chapter 2 verse 16. അവിടെ പറയുന്നു, ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. Verse 16 we read like this: gather the people, sanctify the congregation, assemble the elders, gather the children and the nursing infants. Let the bridegroom come out of his room and the bride out of her bridal chamber. 1:14 പറയുന്നു, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, യഹോവയോട് നിലവിളിപ്പീൻ. Chapter 1 verse 14 we read like this: consecrate a fast, proclaim a solemn assembly, gather the elders and all the inhabitants of the land to the house of the Lord your God and cry out to the Lord. 2:12-15 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടോ, പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവത്തിലേക്ക് തിരിയാനാണ് അവിടെ ആഹ്വാനം. Another call is given in chapter 2 verse 15 like this: consecrate a fast, proclaim a solemn assembly, gather the people and sanctify the congregation, assemble the elders. അവിടെ തുടർന്ന് പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവി. And it is also mentioned that it is rend your hearts and not your garments, return to the Lord. That's what we read in verse 13. കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് 6:48 പറഞ്ഞ ഒരു പ്രയോഗം നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഓർത്തു പോകും: ആഴക്കുഴിച്ച് പാറമേൽ തന്നെ അടിസ്ഥാനമിടുക. What Jesus had mentioned in Luke chapter 6 verse 48, the Lord is encouraging us to dig deep and build your foundation on the rock. ഞാൻ ആൻഡ്രൂ മുറേ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. I have heard of Andrew Murray like this. അദ്ദേഹം തന്റെ സ്കോട്ട്ലൻഡിലെ വെച്ച് തന്റെ സഹപ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി.
he had called a meeting for the co-workers who was working along with him. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മൾ വിശ്വാസികള് ചെയ്യേണ്ട ഏതെങ്കിലും ഒരൊറ്റ കാര്യം നമ്മൾ പരിഹരിക്കേണ്ടതുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് അങ്ങനെ മറുപടി പറയുക എന്ന് തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു. He told his co-workers to think like this: is there that one thing that we have to do? You think over it and tell me. പല അഭിപ്രായം പറഞ്ഞു. നമുക്കൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തണമെന്ന് ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു നമുക്ക് കൂടുതൽ സുവിശേഷ പ്രതികളുമായിട്ട് ആളുകളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. പക്ഷേ മൂന്നാമതൊരാൾ പറഞ്ഞതാണ് ആൻഡ്രൂ മുറേ എന്ന ദൈവദാസനെ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ പിടിച്ചു നിർത്തിയത്. ആ മൂന്നാമത് പറഞ്ഞ ആൾ ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്: അബ്സല്യൂട്ട് സറണ്ടർ, പൂർണ്ണ സമർപ്പണം. So the co-workers who joined along with him, one of them told that we have to go out and give the gospel more, and many such suggestions were given. But the person who told the third comment is what struck Andrew Murray the most, and that person told absolute surrender. ആ ഒരു പ്രയോഗം അദ്ദേഹത്തെ പല വർഷങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നു. അദ്ദേഹം ഒടുവിൽ അബ്സല്യൂട്ട് സറണ്ടർ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. That word stood in the heart of Andrew Murray for many years, and he even brought out an article, Absolute Surrender. ഇവിടെ ഇത് യോവേൽ ആവശ്യപ്പെടുന്നത് ഒരു പൂർണ്ണ സമർപ്പണമാണ്. Even in these verses, Joel is also calling us to have that absolute surrender towards God. ചെറുപ്പത്തിൽ എന്നോ ആൻഡ്രൂ മുറയുടെ ഈ പൂർണ്ണ സമർപ്പണം എന്നുള്ള ആ ആർട്ടിക്കിൾ വായിച്ചത് ഞാൻ ഓർക്കുന്നു. I remember having read that article when I was very young. ഞാൻ അതിനെ തുടർന്ന് ഈ അബ്സല്യൂട്ട് സറണ്ടർ മാത്രമല്ല, അതിനെ എങ്ങനെയെങ്കിലും എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് പദങ്ങൾ ഒക്കെ ഉപയോഗിച്ച് അതിന് കുറച്ചുകൂടെ ശക്തിയും ആഴവും പകരാൻ ഞാനിങ്ങനെ മനസ്സിലിട്ട് അതിനെ ഇങ്ങനെ എക്സസൈസ് ചെയ്തു. To give more meaning and force and impact to that word, I would ponder on that word, trying to give more meaning to that word. അങ്ങനെ അറിയാവുന്ന ഇംഗ്ലീഷ് പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഞാനൊരു ഫ്രേസ് അന്ന് മുതലേ കണ്ടുപിടിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. I identified an English phrase to that absolute surrender, and I would tell it to myself very often. അത് ഇങ്ങനെയാണ്: ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ. And this is what I had coined out: total, complete surrender, absolute and perfect surrender. മുഴുവൻ തികഞ്ഞ എല്ലാമുള്ള പൂർണ്ണ സമർപ്പണം. A surrender that is total, a surrender that is complete, a surrender that is perfect, which is in itself a complete surrender towards God. പ്രിയപ്പെട്ടവരെ, അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് എന്ന് പറഞ്ഞാലും അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയല്ലേ? Dear ones, if you think all these words that I use, total, complete, perfect, it all has the same meaning, that it should be complete, it should be absolute. പക്ഷെ കർത്താവ് പറഞ്ഞതുപോലെ ആഴക്കൊഴിച്ച് എന്ന് പറയുമ്പോൾ ഒരു തൃപ്തിയില്ല. ടോട്ടൽ, കംപ്ലീറ്റ്, absolute and perfect surrender. But when we hear the words of Jesus to dig deep down, there is no satisfaction that is coming in our life. So we add more words to it. It should be total, it should be complete, it should be perfect. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മിൽ നിന്ന് ഇതേവരെ ഇല്ലാത്ത കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു സമർപ്പണം നമ്മളോട് ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. So let us think to ourselves, in the context of what is happening to us in the current times,
The Lord is wanting a surrender that you have never done to him till now, a little more deeper surrender to him. ദൈവത്തോട് കൂടുതൽ അടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളുമാണുള്ളത്. When we hear the word coming close to God, we have different understanding and perspectives. ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള കുറവില്ലാത്ത തികഞ്ഞ ഒരു സമർപ്പണത്തിലേക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഓർത്തു പോകുന്നത് നമ്മുടെ മുൻകോപത്തെ കുറിച്ചായിരിക്കും. നമ്മളുടെ മുൻകോപം. When somebody is preaching about a complete surrender, a surrender which is lacking nothing, when we hear all these, when we hear that sermon, maybe the first thing that is striking, coming before your memory is your own short-temperedness. മറ്റൊരാൾ ഓർത്തു പോകുന്നത് തനിക്കുള്ള സ്നേഹക്കുറവിനെ കുറിച്ചായിരിക്കും. Another person might be reminded of his lack of love. വേറൊരാൾ ഓർത്തു പോകുന്നത് ഒട്ടും ക്ഷമയില്ലാത്ത തന്റെ മനോഭാവത്തെ കുറിച്ചായിരിക്കും. Another person might be thinking of his inability to forgive others. അപ്പോ നമ്മളെല്ലാം ചെന്ന് ദൈവസന്നിധിയിൽ പറയുന്നു, കർത്താവേ എനിക്ക് കൂടുതൽ ക്ഷമ തരണം. ആ കൂടുതൽ ക്ഷമയോടെ കിട്ടിയാൽ എന്റെ സമർപ്പണം പൂർണ്ണ സമർപ്പണമായി. So having been convicted of that in our heart, we will go to the Lord and tell, Lord, if you will give me a little more forgiveness, then I will be complete. This is how we go before the Lord. വേറൊരാൾ പറയുന്നു, കർത്താവെ കുറച്ചുകൂടെ സ്നേഹിക്കാനുള്ള ഒരു വരം എനിക്ക് തന്നെങ്കിൽ എന്റെ സമർപ്പണം ഒരു പെർഫെക്റ്റ് ആയ കുറവില്ലാത്ത ഒരു സമർപ്പണമാകുമായിരുന്നു. Another person would be telling, Lord, if you will give me the gift to love, then my surrender would be more complete and perfect before you. മൂന്നാമത്തെ ആൾ ചെന്നിട്ട് പറയുന്നത്, കർത്താവെ എന്തേലും കൊച്ചു കാര്യത്തിനൊക്കെ എന്റെ ഭാര്യയുടെ മുമ്പാകെ പൊട്ടിത്തെറിക്കുന്ന ഈ മുൻകോപം എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം, അതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തന്നിരുന്നെങ്കിൽ എന്റെ സമർപ്പണം കുറച്ചുകൂടെ കംപ്ലീറ്റും പെർഫെക്റ്റും ആകുമായിരുന്നു. Another person would be telling, after going before the Lord, he would tell, Lord, if you will help me to overcome this short-tempered nature of mine, which I experience when I go before my wife, then my surrender would be more complete and perfect before you. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓരോ അളവിൽ ശരിയാണെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒറ്റ ഈ നിലയിലുള്ള വെർച്യുവിനെ അല്ല നമ്മൾ തേടേണ്ടത്, മറിച്ച് കർത്താവിനെ തന്നെയാണ്. My dear ones, even though all these attitudes that we are having towards the Lord is correct, we must not be people who are seeking for that one thing, but we must be seeking the Lord himself. കാരണം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14:6 പറയുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമായിരിക്കുന്നത്. The Lord Jesus is telling in John's Gospel chapter 14 that I am the way, the truth and the life. നമുക്ക് ഈ വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ തന്നെയാണ് കൂടുതൽ വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ചില നന്മകളോ ചില ഗുണങ്ങളോ അല്ല നമുക്ക് വേണ്ടത്. കർത്താവിൽ തന്നെ ആഴത്തിൽ കുഴിച്ച് കർത്താവിലേക്ക് തന്നെ പൂർണ്ണ സമർപ്പണത്തിൽ വരിക. അതാണ് നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. The Lord is desiring not that we increase in any one of the virtues that we are falling regularly, but he wants us to dig deep and come to the Lord himself, who is the way, the truth and the life. ഞങ്ങൾ ഈയിടെ ഞങ്ങളുടെ പ്രാദേശിക സഭയില് നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാമെന്ന് തീരുമാനിച്ചു. We decided in our local church to study the foundational teachings of a Christian life. അപ്പോ പാപത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചൊക്കെ ഓരോ ദിവസം ക്ലാസ്സുകളാണ്. So every day is about maybe we study about sin, about salvation, about baptism, about Holy Spirit baptism. Many topics are being covered like this.
അപ്പോ അതിനൊരു കുറിവാക്യമായിട്ട്, അതിനൊരു തലക്കുറിയായിട്ട് ഞങ്ങള് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യമാണ് എടുത്തത്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. As a title, as a key verse, we took this verse as a foundation, John's Gospel, chapter 8, verses 32. And you will know the truth, and the truth will make you free. അപ്പോ ഞങ്ങൾ വിചാരിച്ചത് എന്താ, രക്ഷയെക്കുറിച്ച്, വീണ്ടും ജനനം, രക്ഷ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, സ്നാനം, ഈ സത്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയാൽ ഈ കൂടുതൽ അറിയുന്ന സത്യങ്ങൾ ഞങ്ങളെ കൂടുതൽ സ്വതന്ത്രരാക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ കരുതിയത്. So we thought to ourselves that if we will know the truth about baptism, about being born again, the more and more we know about these truth, we thought that we will experience more and more freedom. പക്ഷേ രക്ഷയെക്കുറിച്ചാകട്ടെ, സ്നാനത്തെക്കുറിച്ചാകട്ടെ, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാകട്ടെ ഒക്കെ കൂടുതൽ സത്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും ഈ സത്യങ്ങളൊന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കിയതായിട്ട് തോന്നിയില്ല. But even though we understood a lot about the truth of salvation, of baptism, of Holy Spirit baptism, we noticed that it is not bringing freedom in our life. അപ്പോഴ് ഞങ്ങൾ മനസ്സിലാക്കി, ഞാൻ തന്നെയാണ് സത്യം, കർത്താവിനെ തന്നെയാണ് കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, കർത്താവിനെ തന്നെ ആണ് നമ്മൾ, കർത്താവിലേക്ക് തന്നെയാണ് കൂടുതൽ ആഴപ്പെടേണ്ടത്, അല്ലാതെ കർത്താവിനെ കുറിച്ചുള്ള കുറെ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് അത് നമ്മളെ സ്വതന്ത്രരാക്കിയില്ല എന്നുള്ളത്. Then we realized that the Lord Jesus himself is the truth, and we have to dig deep in knowing him more rather than knowing a lot of truth about the Lord. തീർച്ചയായിട്ടും ബൈബിളിലെ സത്യങ്ങളും ഉപദേശ സത്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി ഒക്കെ വേണം. അതിനെ തുച്ഛീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ I'm not belittling the importance of knowing the truth of the Bible, but പക്ഷേ കർത്താവിലേക്ക് തന്നെയാണ് നമ്മൾ ആഴക്കുഴിക്കേണ്ടത്, കർത്താവിനെ തന്നെയാണ് നമ്മൾ കൂടുതൽ സ്വീകരിക്കേണ്ടത്, അല്ലാതെ കർത്താവിനെ കുറിച്ചുള്ള ചില സത്യങ്ങളിലേക്കല്ല നമ്മൾ ചെല്ലേണ്ടത്. We are not to be led to some truth about Jesus, but we have to dig deep and know the person Jesus more in our life. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ നമ്മൾ കൂടുതൽ അറിയുകയും കർത്താവിലേക്ക് നമ്മൾ ആഴക്കുഴിക്കുകയും കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണത്തെ കൂടുതൽ ആഴമുള്ളതാക്കുകയും ചെയ്യുക, ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. What the Lord desires from us in these days is that we must know the Lord Jesus personally more. We must dig deep down a little more to know Jesus more, and our surrender must be more complete in Jesus. ദൈവം നമ്മുടെ പൂർണ്ണ സമർപ്പണം അവകാശപ്പെടുന്നുണ്ട്, അവിടുന്ന് അത് അർഹിക്കുന്നുണ്ട്. The Lord demands our absolute surrender, and he is worthy of that full surrender from us. ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു സമർപ്പണം, കീഴടക്കമാണ് ദൈവം എല്ലാവരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. God is God himself, and he demands that everything must be subject to him, must be surrendered to him. നോക്കുക, പ്രകൃതിയിലേക്ക് നോക്കുക. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, ഭൂമി, ഇതെല്ലാം ഒരു അണുവിട തെറ്റാതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന രീതിയിൽ അവ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. Even if you look into the nature, the sun, the moon, the earth, without even moving a little to the left or to the right, how much they are subject and in obedience to the God Almighty. ഈ പ്രകൃതിയിലുള്ള ആ നിലയിലുള്ള വൃക്ഷങ്ങള്, ചെടികള്, ജീവജാലങ്ങള് എല്ലാം ദൈവം അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന് പൂർണ്ണമായിട്ട് കീഴടങ്ങി പൂർണ്ണമായ അനുസരണമാണ്
ഈ കാര്യങ്ങളെല്ലാം നൽകുന്നത്. And all these things we see examples of full obedience to God in the trees, in the animals. Everything is subject to our God. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒരു 1/2 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്നതിന് പകരം അത് നേരെ നിന്നിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നേ. If the globe in its axis was a little different from the angle that it is currently appointed by God, what a huge difference could have happened to the world today. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന ആ പൂർണ്ണ സമർപ്പണം ദൈവത്തിന് നൽകുന്നു. Everything that has been created by God in the nature is giving that full surrender to God that He is expecting from them. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെയും പൂർണ്ണ സമർപ്പണത്തിന് അർഹനാണ്. അവിടുന്ന് അത് അവകാശപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. For the same reason, God is worthy of our full and absolute surrender, and there is nothing wrong if He demands such an absolute surrender from us. യേശു ഒരിക്കലും ഈ ഭൂമി വെച്ച് ഒരുത്തനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. Jesus, when He was on this earth, He told one man, come and follow me. അപ്പൊ അവൻ പറഞ്ഞു, അയ്യോ, എന്റെ അപ്പം മരിച്ചു കിടക്കുന്നു, ഞാനൊന്ന് കുഴിച്ചിട്ടേച്ച് ഇപ്പൊ വരാം. But this man responded by telling, Lord, my father has passed away. Let me just dig his grave and then I will come and follow you. അപ്പൊ കർത്താവ് പറയാം, മരിച്ചവരെ കുഴിച്ചിട, നീ ഞാൻ പറഞ്ഞത് അനുസരിക്കും. But Jesus responded to that man by telling, let the dead bury the dead. You come and follow me. ഈ മനുഷ്യന്റെ പിതാവ് അന്നേരം മരിച്ചു കിടക്കുകയാണോ, അതോ പിതാവിനോടുള്ള കടപ്പാടെല്ലാം നിർവഹിച്ച ശേഷം നിന്നെ അനുഗമിക്കാമെന്നാണോ പറഞ്ഞത്? ഇതൊക്കെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ഒരുവനോട്, കർത്താവ് ഒരുവനോട് ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുന്നു. അത് അവന് മടിച്ചു നിൽക്കുമ്പോ കർത്താവ് അവനോട് ആ നിലയില് വീണ്ടും അവനോട് പറയുന്നു, മരിച്ചവരെ കുഴിച്ചിട്ടെ, നീ എന്നെ അനുഗമിക്കാന്ന് പറയും. There are a lot of arguments of what Jesus intended by that words. I am not trying to explain the minute details of what the literal word of Jesus, but when Jesus saw a disciple, somebody who wants to follow him, standing and wavering in his call, Jesus is telling sternly to that person, you now come and follow me. He is demanding that absolute obedience. ഒരു തരത്തിലുള്ള ഒഴികഴിവും പൂർണ്ണ കീഴടക്കത്തിന് ദൈവം അനുവദിക്കുന്നില്ല. God does not give any excuse for delaying your obedience when He is demanding absolute surrender. ലൂക്കോസ് 14 നമ്മൾ കാണുന്നുണ്ട്, ശിഷ്യത്വത്തിന്റെ പടികളൊക്കെ നമ്മൾ കർത്താവ് പറഞ്ഞത് കാണുന്നുണ്ട്. We see the conditions of discipleship in Luke chapter 14. അവിടെ അതിന്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സ്വന്തം ജീവനെയും, അവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല, ഒരു ഒഴികഴിവില്ല. അതെല്ലാം വിട്ട് അങ്ങനെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. We see that the Lord is very clear that we have to hate our father, our mother, our wife, our children, our brothers and sisters. Nobody is left. The Lord wants a total obedience and a surrender to him and his ways. ഞാൻ പറഞ്ഞു വന്നത്, സൂര്യന്, ചന്ദ്രന് അല്ലെങ്കിൽ ഭൂമി, ഇതൊക്കെ പൂർണ്ണമായിട്ട് അണുവിട തെറ്റാതെ കൃത്യമായിട്ട് ദൈവത്തിന് കീഴടങ്ങി പെരുമാറണം എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഈ ഭൂമി വന്നപ്പം ചിലരോട് സംസാരിച്ചത് നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയും ഗൗരവം വേണോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷെ കർത്താവ് അതിൻ്റെ അകത്തൊരു എക്സ്ക്യൂസ് അനുവദിക്കുന്നില്ല. പൂർണ്ണ സമർപ്പണമാണ് കർത്താവ് ചോദിക്കുന്നത്. Just like we heard earlier that the whole nature, the sun, the moon, the stars, everything is having a total obedience to the Lord. When Jesus came down to this world
And when he is telling his disciple to follow him without any excuse, you must have an absolute surrender, one might think and ask himself, should he be so diligent in having obedience? ഈ പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടാൻ കർത്താവ് അർഹനാണ്. കാരണം അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ രക്ഷിതാവാണ്. കർത്താവ് നമ്മുടെ എല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ, കംപ്ലീറ്റ്, അബ്സല്യൂട്ട് ആൻഡ് പെർഫെക്റ്റ് സറണ്ടർ നമ്മൾ നൽകാൻ ബാധ്യസ്ഥരാണ്. The Lord is very right in demanding that absolute surrender from all of us, because one, he is our God, he is our savior, and he is the one who made us, and he is right in demanding that full surrender from our life. ഒരിക്കല് ഒരു ധനവാനായ പ്രമാണി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് കർത്താവ് അവനോട് എന്താ പറഞ്ഞത്? എല്ലാം വിറ്റേച്ച് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു. When once a rich man came to Jesus, what did Jesus tell that rich man? You sell all that you have and then follow me. അവന് ഒരു ഒഴികഴിവും കർത്താവ് കൊടുക്കുന്നില്ല. അവൻ ഒടുവിൽ ദുഃഖിച്ചു പോകേണ്ടി വന്നു. Jesus is not giving any excuse to that rich man, and he had to leave Jesus in a very sad way. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അടുത്ത് നിന്ന് ദൈവം ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഒന്നുകൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയില്ല. When God is demanding an absolute surrender from our life, we cannot give anything less than that and please the Lord. ഇതിന്റെ മറ്റൊരു വശം, ഈ ദൈവത്തെ നമുക്കൊട്ട് കളിപ്പിക്കാനും ഒക്കുകയില്ല. The other side to the coin is that we cannot fool God also by the way we surrender. മനുഷ്യരൊക്കെയാണ് നമ്മളോട് ഒരു പൂർണ്ണ അനുസരണം ആവശ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് പറയാം, അതൊക്കെ ഞാൻ തന്നേക്കാമെന്ന് പറയാം. കാര്യം അവരെ കബളിപ്പിക്കാൻ എളുപ്പം. If a man in this world is asking me to give total surrender or absolute surrender, I can easily fool him by doing something. അത്തരം ഒരു സംഭവം നമ്മള് പഴയ നിയമത്തില് 1 രാജാക്കന്മാരില് നമ്മളെ കാണുന്നുണ്ട്. See such an incident like that in 1 Kings. 1 രാജാക്കന്മാർ 20-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 Kings chapter 20 verses 1 onwards. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 2 രാജാക്കന്മാര് തമ്മിലുള്ള ആ നിലയിലുള്ള സംസാരമാണ് നമ്മൾ കാണുന്നത്. We see a discussion between 2 kings that is happening in this verses 1 to 4. അവിടെ ബെൻഹദദ് എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ രാജാവായ ആഹാബിനോട് പറയുന്നു, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ. Ben-Hadad, a king of Aram, is telling a king Ahab that your silver and your gold are mine, your most beautiful wives and children are also mine. കണ്ടോ, ബെൻഹദദ് ആഹാബിനോട് ഒരു പൂർണ്ണ സമർപ്പണമാണ് ആവശ്യപ്പെടുന്നത്. Ben-Hadad, the king of Aram, is asking a full surrender from the king Ahab. അവന് അവന്റെ രാജ്യം കീഴടക്കുക മാത്രമല്ല, അവനുള്ള എല്ലാം പൂർണ്ണമായിട്ട് വെള്ളിയും പൊന്നും കുടുംബവും എല്ലാം ബെൻഹദദിന് നൽകണം എന്ന് ബെൻഹദദ് ആവശ്യപ്പെടും. He is not only possessing the land of King Ahab, but he is asking for a total surrender of all his possessions, the silver, gold, his wives and his children. അതിന്റെ മറുപടിയായിട്ട് ആഹാബ് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? And what is the reply that King Ahab is giving, as we see in verse 4? അതിന് ഇസ്രായേൽ രാജാവായ ആഹാബ്, എന്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞയച്ചു. And he replied like this, it is according to your word, my lord, O king, I am yours and all that I have. അപ്പോ ഒരു പൂർണ്ണ സമർപ്പണം തന്നെ നൽകാമെന്നാണ് ആഹാബ് പറയുന്നത്. And Ahab, through these words, is
confirming that I will do a total surrender to you. പറയുന്ന കണ്ടോ, എൻ്റെ യജമാനനായ രാജാവേ, നീയാണ് എൻ്റെ മാസ്റ്റർ. അതിൻ്റെ അകത്തെങ്ങും എനിക്കൊരു സംശയമില്ല. എൻ്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളതും. In his words, he is even addressing King Ben-Hadad like this, O Lord, O King, I have no doubt that you are my master. And he is again retelling that all that I have is yours. I am yours and all that I have. കണ്ടോ, ബെൻഹദദ് ആവശ്യപ്പെടുന്നത് ഒരു പൂർണ്ണ സമർപ്പണമാണ്. ആഹാബ് നൽകാമെന്ന് പറയുന്നത് ഒരു പൂർണ്ണ സമർപ്പണമാണ്. Ben-Hadad is demanding a total surrender, and King Ahab is also promising a total full surrender. അതിനെ തുടർന്ന് അതിന്റെ 6-ാമത്തെ വാക്യം നോക്കുക. അതിനെ തുടർന്ന് ബെൻഹദദ് തന്റെ ഭൃത്യന്മാരെ അവന്റെ അരമനയിലേക്ക് അയച്ച് അവിടെ കാണുന്ന ആഹാബിന് ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ അവരെടുത്തുകൊണ്ട് പോരുമെന്ന് പറഞ്ഞു. And we see in verses 6 that Ben-Hadad is sending his servants, and he's telling Ahab that he will take whatever is wanted by King Ben-Hadad. പക്ഷേ അത് വന്നപ്പോ, കാര്യത്തോടടുത്തപ്പോ, ആളുകളെ വിട്ട് ഭൃത്യന്മാരെ വിട്ട് തന്റെ അരമനയിലുള്ള പൊന്നും വെള്ളിയും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഘട്ടം വന്നപ്പോ പൂർണ്ണ സമർപ്പണം നൽകാമെന്ന് പറഞ്ഞ ആഹാബ് പ്ലേറ്റ് മാറ്റുന്നതാണ് ആ അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. But when matters came to reality, and when Ben-Hadad actually sent his servants to take away the possession of Ahab, we see Ahab is turning around and he's changing the rules of the game. പ്രിയപ്പെട്ടവരെ, ബെൻഹദദ് ഒരു മനുഷ്യനായതുകൊണ്ട് ആഹാബിന് അങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ ദൈവത്തോട് നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ ആഹാബിനെ പോലെ നമുക്ക് കഴിയുമോ? ഇല്ല. Because Ben-Hadad was a human being like Ahab, he was able to fool and trick the king. But can we tell something to God and mean something else? We cannot fool our God. ദൈവം നമ്മിൽ നിന്ന് ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അത് നൽകിയേ പറ്റുകയുള്ളൂ. When God is asking a total surrender from us, we are bound to give that total surrender to the Lord. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടോ? Dear ones, when you hear this today morning, are you having a burden when you listen to the word of God? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. If you are experiencing a burden, I would like to tell the other side to this. ദൈവം നമ്മിൽ നിന്ന് ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കയ്യില് പൂർണ്ണമായിട്ടില്ല, നമ്മളെ കൊണ്ട് അത് മുഴുവനും പറ്റുന്നില്ലെങ്കിലും നമ്മൾ ദൈവത്തെ ശരണപ്പെട്ടാൽ നമ്മുടെ സമർപ്പണത്തെ അവിടുന്ന് പൂർണ്ണമാക്കി തീർക്കും. If we will give our life to the Lord and we are not able to complete that act of surrender in our strength, the beauty is he will help you to make that surrender complete. നോക്കുക, ദൈവം നമ്മിൽ നിന്ന് പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുന്നു, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ലളിതമായ വിശ്വാസം കൊണ്ട് നമ്മുടെ എത്രയും തുച്ഛമായ നമ്മുടെ കയ്യിലുള്ള ആ സമർപ്പണത്തെ ദൈവത്തിന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ ദൈവം അതിനെ പൂർണ്ണമാക്കി തീർത്തുകൊള്ളും. അത് ദൈവം ചെയ്യും. If we will, when the Lord is asking for a full surrender, if we will go to the Lord with the little that we have in an act of surrender, he will make that full, that little faith that we have, that little surrender that we have sincerely to the Lord, he will make it a complete surrender unto him. ഈ വസ്തുത നമ്മുടെ ഭാരം മാറ്റട്ടെ. ഒരു പൂർണ്ണ സമർപ്പണം ദൈവം ആവശ്യപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാനും ദൈവം തയ്യാറാണ് എന്നുള്ള
ആ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം ഇന്ന് രാവിലെ മാറ്റട്ടെ. Let this good news that God will enable that surrender to be made complete, that promise of His, let that be a reason of comfort if you felt burdened when you heard the message that God demands a full surrender from your life. 5000 പേരുടെ വിശപ്പടക്കാൻ 5 അപ്പം കൊണ്ട് എന്തോ കഴിയും? What can 5 loaves be sufficient enough to satisfy the hunger of 5,000 people? ഒരു വലിയ ഒരു ലക്ഷ്യമാണുള്ളത്, പക്ഷെ കയ്യിലുള്ളത് വളരെ ചെറുതാണ്. എന്നിട്ടും ആ ബാലൻ അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോ അവിടുന്ന് അതിനെ പൂർണ്ണമാക്കി തീർത്തു. The task that was there before the disciple was so huge, but when that small boy gave whatever he had to the Lord made it possible to accomplish that task. നമ്മൾ നേരത്തെ പറഞ്ഞ ധനവാനായ ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ എനിക്ക് പലപ്പോഴും അദ്ദേഹത്തോട് ഒരു അനുഭാവം തോന്നാറുണ്ട്. I feel a little pity for that rich man that we spoke about a little earlier. അവൻ ധനവാനും പ്രമാണിയുമായിരുന്നിട്ടും അവൻ അന്നത്തെ ന്യായപ്രമാണത്തിലെ കൽപ്പനകളൊക്കെ വള്ളി പുള്ളി വിടാതെ അവനെ കൊണ്ടാകുന്നത് പോലെയൊക്കെ അവന് ചെയ്തു. Even though he was a rich man, he obeyed the laws of Moses, everything that he could. എന്നാൽ എന്നിട്ടും കർത്താവ് അവന്റെ മുമ്പാകെ വലിയൊരു ഡിമാൻഡ് വെച്ചപ്പോ അത് പാലിക്കാൻ തയ്യാറാകാതെ അത് കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് കണ്ട് അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. We read in his life that when Jesus kept a big demand in front of him, he was not able to meet that surrender that the Lord Jesus was asking from him. He went away from the presence of Jesus in a very sad way. അവൻ കർത്താവിന്റെ അടുത്ത് നിന്ന് പോയി കളയാതെ, കർത്താവേ എനിക്ക് അത്രയും ഒക്കുന്നില്ല ഞാൻ എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞ് കർത്താവിനെ തന്നെ ശരണപ്പെട്ടിരുന്നെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? അവനെ ആ നിലയില് അവന്റെ ആ കഥ ഇത്ര ഒരു ശോകാന്ത്യമായിരിക്കുകയില്ല, ശുഭാന്ത്യമുള്ള ഒരു കഥയായി മാറിയേനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. I have many times thought like this. Had he gone back to the Lord Jesus and told, Lord, I am not able to give up everything as you have demanded. I would like to take my refuge in you. Then the Lord Jesus would have made a different ending, a pleasant ending in this rich man's life instead of the sad ending that we read about him. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ശമര്യക്കാരിയായ സ്ത്രീയെ കാണും. In John's Gospel, chapter 4, we read about the life of the Samaritan woman. ശമര്യക്കാരിയായ സ്ത്രീയുടെ മുമ്പാകെ കർത്താവ് പതുക്കെ പതുക്കെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവൾ അവസാനം ഈ വലിയ പ്രവാചകന് മുമ്പാകെ അവൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പോലും പറ്റാതെ അവൾ സ്തബ്ധയായി നിൽക്കുകയാണ്. As Jesus was speaking to the Samaritan woman and revealing himself slowly by slowly, we see at one point the Samaritan woman was not even able to accomplish. She was not able to accommodate Jesus, and she is standing in front of him in silence. വലിയ ധാർമ്മിക ജീവിതത്തിന്റെ പ്രമാണം നൽകിയ വലിയവനായ ദൈവം തന്നെ അവളുടെ ജീവിതത്തിന്റെ പരിസരത്ത് വന്ന് നിൽക്കുമ്പോൾ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല, ആ നിലയിലൊക്കെ അധാർമിക ജീവിതം നയിക്കുന്ന ഈ സ്ത്രീ എങ്ങനെ ദൈവത്തിന്റെ ആ ഡിമാൻഡിനെ തൃപ്തിപ്പെടുത്തും? When she is standing before a God who is demanding holiness so much, she is looking into herself and thinking, I am a wife who has been for 5 husbands, and I am currently living with a husband who is not even married to me. How will I meet such a demand of a holy God? She is standing in astonishment before Jesus. ഭയപ്പെട്ട്
അവള് കർത്താവിന്റെ അടുത്തു നിന്ന് ഓടി ഒളിച്ചിരുന്നെങ്കിൽ കഥ വ്യത്യാസമായി പോകുമായിരുന്നു. If she would have ran away from the presence of Jesus in fear, the story would have been very different. പക്ഷേ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ല. അവൾക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ അവളെ കൊണ്ട് കഴിയുകയുമില്ല. എങ്കിലും അവിടെ ഒരു കൊച്ചു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 4:28 അനന്തരം സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പോയി കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. She was not able to understand everything that Jesus was telling to her, and she felt her incapacity over there. But we see one small phrase in John chapter 4 verse 28 like this: the woman left her water pot and went into the city. We see that small phrase that she has done. അവള് എന്തിനാ വന്നത്? വെള്ളം കോരാനാണ് ഈ നട്ടുച്ചയ്ക്ക് പാത്രവുമായിട്ട് വന്നത്. Why did she come to the well in this hot sunny day? It was to gather water in her water pot. അവൾക്ക് ദൈവത്തിന്റെ ധാർമ്മിക വിശുദ്ധിയുടെ വലിയ പ്രമാണങ്ങളൊന്നും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. പക്ഷേ അവൾ അവളുടെ പാത്രം കർത്താവിന്റെ കാൽക്കൽ വെച്ചിട്ട് അവന്റെ സാക്ഷിയായിട്ട് ആ പട്ടണത്തിലേക്ക് പോയി അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു. She couldn't meet the high standard that is demanded from God of her moral life. But what she could do, she did. She left the water pot that she had at the feet of Jesus and went back as a testimony into the city for Jesus. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവം നമ്മോട് ഒരു പൂർണ്ണ സമർപ്പണം ആവശ്യപ്പെടുന്നു. Dear brother and dear sister, God is demanding a total surrender from us. നമ്മൾ സത്യസന്ധരായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ വലിയ ഡിമാൻഡിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. Because when we look into our heart truthfully, we find that, Lord, I am not able to meet that demand that your standards are requiring of me. അങ്ങനെ വരുമ്പോ ആ ധനവാനായ പ്രമാണിയെ പോലെ ദുഃഖിച്ച് കർത്താവിന്റെ അടുത്തു നിന്ന് പൊയ്ക്കളയല്ലേ. പകരം ആ ശമര്യക്കാരിയായ പാവം സ്ത്രീയെ പോലെ തൻ്റെ കയ്യിലുള്ളത്, ആ കൊച്ചു കുടം, അത് കർത്താവിന്റെ കാൽക്കൽ അർപ്പിച്ച് തൻ്റെ കയ്യിലുള്ളത് കർത്താവിനെ ഏൽപ്പിച്ചാൽ ദൈവം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. If you will not be like the rich man when he heard a total call of surrender, if you will not go back from the Lord with a sad heart, instead you will be like the Samaritan woman. The little water pot that you have, if you will leave it at the feet of Jesus, he will help you to make it complete. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് കർത്താവിനെ അഭിമുഖീകരിച്ച മറ്റൊരു പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. We see another instance from Mark chapter 9 of how Father is dealing with Jesus. അതിന്റെ 23-24 വാക്യങ്ങൾ നോക്കുക. Verses 23 and verses 24. ഊമനായ ആത്മാവുള്ള ഒരു മകന്റെ അപ്പൻ കർത്താവിനെ അഭിമുഖീകരിക്കുക. A father who has a dumb son is coming and meeting Jesus. നേരത്തെ യേശു ശിഷ്യന്മാരുടെ അടുത്ത് സമീപിച്ച് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ഒക്കുമോ എന്നൊക്കെ അവൻ പല നേരം ശ്രമിച്ചു നോക്കിയതാണ്. The father approached his disciples seeking any way or any means for getting a healing for his son from the disciples. ഒന്നും നടന്നില്ല. അപ്പോഴാണ് കർത്താവ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. Nothing was happening for his son, and it was at such a moment Jesus is coming down from the mountains. അപ്പോൾ ഉടനെ ഈ ബാലന്റെ അപ്പം പറയുന്നു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. So the father is speaking to Jesus by telling like this: if you can do anything, take pity on us and help us. നോക്ക്, ആ പറച്ചില് കേട്ടോ, നിന്നെ കൊണ്ട് വല്ലതും കഴിയോ? ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ നോക്കി,
അവരെ കൊണ്ടൊന്നും കഴിയില്ല. അവര് പറഞ്ഞു ഗുരു വരട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു വന്നിരിക്കെ നിന്നെ കൊണ്ട് വല്ലതും കഴിയുമോ? ഒക്കുമെങ്കിൽ ചെയ്തു തന്നാ വലിയ ഉപകാരമായിരുന്നു. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോട്ടെ. നോക്ക്, അവിശ്വാസത്തിന്റെ വാക്കല്ലേ അത്. Can you see the lack of faith in the father's words? He was indirectly telling that I came to your disciples and they could not do anything. If you can do something, please do for my son and then I can go. It was the words of unbelief that we see in the father. അവിടെ കർത്താവ് കണ്ടോ, കർത്താവ് അവനെ ശാസിച്ചുകൊണ്ട് അതിന്റെ 9:23 പറയുന്നു, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. Jesus is rebuking that unbelief in the father and he is telling to the father like this, why are you telling if you can? All things are possible to him who believes. അതിന്റെ മുമ്പാകെ ആ ബാലന്റെ അപ്പൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ കൊച്ചു വിശ്വാസത്തെ കർത്താവിന്റെ പാദപീഠത്തിൽ വയ്ക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. And hearing that rebuke of Jesus, we see the father responding with loud cries. He's telling, I do believe, help my unbelief. കണ്ടോ, ആ പിതാവിന് വളരെ ചെറിയ ഒരു വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. അവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു അവൻ. പക്ഷേ അവൻ ഒടുവിൽ എന്ത് ചെയ്തു? അവന്റെ കയ്യിലുള്ളത്, അവനെ കൊണ്ടാകുന്നത് കർത്താവിന്റെ മുമ്പാകെ സമർപ്പിച്ചപ്പോൾ ആ ഊമനായ ബാലന് സൗഖ്യം ലഭിച്ചു, കാര്യത്തിന് വിടുതലുണ്ടായി. We see that father who had a small amount of faith, which was very close to even unbelief. But what the father did was he gave that little faith that he had in Jesus into the hands of Jesus, and he was able to find a deliverance for his dumb son. വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് കർത്താവ് ഈ ബാലന്റെ പിതാവിനോട് പറഞ്ഞതുപോലെ നേരത്തെ ധനവാനായ ആ ചെറുപ്പക്കാരനോടും പറഞ്ഞിരുന്നു. Just like Jesus told this father, all things are possible to him who believes, Jesus also told the same thing to the rich man who came to him. ലൂക്കോസ് 18:27 നോക്കുക. ലൂക്കോസ് 18:27. അവിടെ യേശു ആ ധനവാനായ ആ പ്രമാണിയോട് പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് ഒരു സാധ്യതയുടെ വാതിൽ അവിടെയും കർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ്. Jesus had shown a door of hope, of possibility, even to the rich man through these words that we read in Luke chapter 18 verses 27. The things that are impossible with people are possible with God. Jesus was giving him a ray of hope of really doing it. അത് കേട്ടപ്പോൾ അവൻ എന്ത് വേണമായിരുന്നു? അയ്യോ കർത്താവേ, ഞാനൊരു മനുഷ്യനാണ്, എനിക്കിത് ഈ പൂർണ്ണ സമർപ്പണം അസാധ്യമാണ്. പക്ഷെ ദൈവമായ അങ്ങേക്ക് ഇത് സാധ്യമാണല്ലോ, ഞാൻ അങ്ങയെ തന്നെ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് അവൻ കർത്താവിന്റെ അടുത്തേക്ക് തന്നെ വന്നിരുന്നെങ്കിൽ അവൻ ദുഃഖിച്ചു പോകേണ്ടി വരുമായിരുന്നില്ല, കഥ വ്യത്യസ്തമാകുമായിരുന്നു. He had really gone to Jesus and told like this, Lord Jesus, I am a human being, but I want to take refuge in you because things are possible by you. Then his story would have been very different. നോക്കുക, നമ്മള് ഓരോ പഴയ നിയമത്തിലെ ഭക്തന്മാരെയും ഒക്കെ നോക്കുക. അവരെ ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന നിലയിലാക്കി തീർത്തത് ആരാണ്? ദൈവം തന്നെയാണ്. If you look at the Old Testament believers, who is the one who made them as big people whom we look up to today? It is God himself who raised them up. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർപ്പെട്ട അബ്രഹാമിനെ നോക്കുക. Look at Abraham, who is called as the friend of God. അവനെ സത്യത്തില് അവനിൽ ഒരു വിശ്വാസം പ്രവർത്തിച്ചെടുത്ത് അവനെ വിശ്വാസികളുടെ പിതാവാക്കി തീർത്തത് ദൈവം തന്നെയല്ലേ? Is it not God who enabled faith to come into action in his life?
ഈ അബ്രഹാം എത്രയോ വട്ടം ദൈവത്തെ നിരാശപ്പെടുത്തത്തക്ക നിലയില് പല നിലയില് അവന് പുറകോട്ട് പോയി. God made Abraham the father of faith, but if you will look back, how many times Abraham had went away, turned back, turned down God in his life. പക്ഷേ എങ്കിലും അവന് ഒരു എളിമയോടെ താഴ്മയോടെ ദൈവത്തെ പിന്നെയും ശരണപ്പെടുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. അതുമൂലം ദൈവം അവനെ വിശ്വാസികളുടെ പിതാവാക്കി തീർത്തു. But in spite of all that, Abraham had that heart of again going back to God and taking refuge in God, so God was able to make him the father of faith. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് ഇങ്ങനെ പറയാം, ദൈവം അബ്രഹാമിൽ നിന്നൊരു സമ്പൂർണ്ണ സമർപ്പണമാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവന്റെ കയ്യിലുള്ള കൊച്ചു സമർപ്പണം കർത്താവിന്റെ കാൽക്കൽ വെച്ചു. കർത്താവ് അതിനെ പൂർണ്ണതയുള്ളതാക്കി തീർത്തു. We can think like this in the context of what we were hearing. Abraham was demanded by God to give a full surrender, and when Abraham gave the little surrender that he could in his life to God, God made his little surrender to become complete and made him the father of faith. പ്രിയപ്പെട്ടവരെ, പഴയ നിയമഭക്തനായ അബ്രഹാമിന് വേണ്ടി ചെയ്തത് നമുക്ക് വേണ്ടിയും ദൈവം ചെയ്യാതിരിക്കുമോ? Dear ones, what God did for an Old Testament believer, Abraham, will not God do it for us? നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമർപ്പണം അത് എത്രയും ചെറുതാകട്ടെ, കർത്താവിനെ തന്നെ ശരണപ്പെടുക, കർത്താവിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുക. ആ ധനവാനായ ചെറുപ്പക്കാരനെ പോലെ ദുഃഖിച്ചു പൊയ്ക്കളയാതിരിക്കുക. No matter, even if your surrender is very small and feeble, let us take refuge in God. Let us not be like the rich man who went away with a sad heart. പലപ്പോഴും ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മളെക്കുറിച്ച് മറ്റ് വിശ്വാസികളൊക്കെ പറയാറുള്ള ഒരു ആരോപണം ഇതാണ്, അവർ വലിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു, അത് വല്ലതും നമ്മൾ പാവം മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ. As a church, we many a times face this accusation. They are speaking and demanding a very high standard. And can that be possible through normal man or men like us? This is the accusation that we face many a times. അതുകൊണ്ട് 1-2 ആഴ്ച അല്ലെങ്കിൽ ചില നാളുകൾ നമ്മളോടൊപ്പം വന്നിട്ട് ഈ നിലവാരമൊക്കെ കണ്ട് ഭാരപ്പെട്ട് ആ ധനവാനായ ചെറുപ്പക്കാരനെ പോലെ പലരും ദുഃഖിച്ചും അല്ലെങ്കിൽ പരാതി പറഞ്ഞും വിട്ടുപോകും. So many a times what we see is they will come and join the meetings for 2-3 weeks. They will look at all these high standards. They will feel burdened in their heart, and like the rich man, they will go back with a sad heart or go back with complaints. പ്രിയ സഹോദര സഹോദരി, ഇത് പൂർത്തിയാക്കുന്നത് ഞാനും നീയുമല്ല, വലിയവനായ ദൈവം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ചെറിയ ആ സമർപ്പണ നൽകുക. ദൈവം അതിനെ പൂർത്തീകരിക്കും, അതിനെ ആഴമുള്ളതാക്കും, അവനെ തന്നെ ശരണപ്പെടുക. Dear brothers and dear sisters, it is not we who is making this surrender complete. Let us really give ourselves completely to the Lord, and it is God who is making our surrender more complete. നമ്മൾ ഫറവോനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന, ചിലപ്പോൾ അതെന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഫറവോനെ കുറിച്ച് something about Pharaoh is mentioned like this, and I always think why it is mentioned about the Pharaoh like that. അതായത് ദൈവം ഫറവോനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടല്ലേ നിന്നെ ഞാൻ ഇവിടെ ഈ സ്ഥാനത്ത് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നാണ്. It is mentioned like this about the Pharaoh. It is to display my might. I have appointed you in this situation. നോക്കുക, ഫറവോൻ ആ നിലയില് ക്രൂരനും
ദൈവത്തെ അനുസരിക്കാത്തവനും ഒക്കെയായി ആ മിസ്രൈമിലെ രാജ സിംഹാസനത്തിൽ ഇരുന്നു. പക്ഷെ അതിനെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? എന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു സാധ്യതയായിട്ടാണ്. We can see the earthly Pharaoh sitting on a throne as a cruel and a very hard kind of a king. But how does God see his sitting over there? He is telling that it is a possibility of displaying my mightiness. കണ്ടോ, ഫറവോനെ പോലൊരാളുടെ പോലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു പാത്രമായിട്ടൊരു സാധ്യതയായിട്ട് കണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ ദൈവത്തിന്റെ പാദത്തിൽ അഭയം തേടുന്ന നമ്മളെ അവിടുന്ന് കൈവിടുമോ? ഇല്ല. If God is seeing Pharaoh as a possibility of displaying his mightiness, will he reject those who come to his feet seeking his refuge? He will never desert such believers. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. Philippians chapter 2:13 is a verse that we are very much familiar with. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. For it is God who is at work in you, both to will and to work for his good pleasure. നോക്കുക, അവിടെ പ്രയാസമുള്ള കാര്യം മുഴുവൻ ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്. Who is doing all the difficult part of the work? പ്രവർത്തിക്കുക മാത്രമല്ല, ഇച്ഛിക്കുന്നതും എല്ലാം അതിന്റെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ദൈവം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. God has taken upon himself to do all the difficult things that is to be done. പ്രിയപ്പെട്ടവരെ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും അത് മുഴുവൻ ദൈവം തന്നെ ചെയ്തുകൊള്ളും. എന്തൊരു വലിയ സ്നേഹവാനായ ഒരു പിതാവാണ് അവിടുന്ന്. See how a loving father we have, that it is even to will and to work out that will is the good pleasure of God. കുറവ് തീർക്കുന്നവനായ ദൈവം, ദൈവത്തിന്റെ ഒരു പേര് അങ്ങനെയാണ്. One name of God is like this. He is a God who brings in, who bridges the gap that is there, the lacking that is there. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ദൈവം ഒരു പൂർണ്ണ സമർപ്പണത്തിൽ കുറഞ്ഞ ഒന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാണ്. What we are telling like this today is, God does not demand anything less than our full surrender. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ കടന്നു പോകുന്ന ഈ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം എന്തോ തന്റെ മക്കളായ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. Even if the world is going through a lot of difficulty in this pandemic times, God is wanting something from the people of God. അത് ദൈവം നമ്മിൽ നിന്നും ഒരു ഇതേവരെ ഇല്ലാത്ത ഒരളവിൽ ഒരു ടോട്ടൽ കംപ്ലീറ്റ് പെർഫെക്റ്റ് അബ്സല്യൂട്ട് സറണ്ടറിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അതാണോ ഈ സാഹചര്യം നമ്മളോട് വാക്കും ഭാഷണവും കൂടാതെ സംസാരിക്കുന്നത്? In silence, is it possible that God is wanting, as we heard, a complete, a perfect, an absolute surrender from us? Is that what is God wanting from this situation in our lives as people of God? യോന എന്നൊരൊറ്റയാളെ അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ കപ്പലിലുള്ള മുഴുവൻ പേർക്കും ആപത്ത് അനുവദിച്ചതുപോലെയാണോ ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ആഴമുള്ള ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് ദൈവം ഈ ലോകത്തിന് മുഴുവൻ ഇങ്ങനെ ഒരു കാര്യം അനുവദിച്ചത്?
to bring obedience into the life of one man called Jonah for his disobedience. God brought a big storm onto the vessel. In that manner, is it to bring a full act of surrender in the life of the people of God? Has God allowed this pandemic times? തൻ്റെ സ്വന്തം എന്നുള്ളതിനോട് ദൈവത്തിനൊരു പൊസസീവ്, അത് തൻ്റേതാണ്, തനിക്ക് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ബോധമുണ്ട്. God is very much aware of the fact that something that belongs to him must belong to him alone. He is very much aware of that. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. Amos chapter 3, let us listen to what God is trying to tell. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മാത്രം സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്ന അപരാധങ്ങൾക്കെല്ലാം നിങ്ങളെ ഞാൻ ശിക്ഷിക്കും, അല്ലാതെ കണ്ടില്ല എന്ന് നടിക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. The verse read like this in 2, you only have I chosen among all the families of the earth. Therefore, I will punish you for all your iniquities. I will not ignore or close my eyes when you sin against me. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള എല്ലാവരിൽ നിന്നും വെച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തു, സ്വന്തം ജനമാക്കി തീർത്തു. The Lord has called us to be his child even before the foundations of the world was laid. അതുകൊണ്ട് തന്നെ ദൈവം നമ്മിൽ നിന്ന്, തൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് ഒരു പൂർണ്ണ സമർപ്പണം ദൈവം ആവശ്യപ്പെടുന്നു. And because of that very reason that you have been chosen and you are God's own possession, he demands a total surrender from his people. അത് ദൈവത്തിന്റെ ഒരു ക്രൂരതയല്ല. It is not an act of cruelty from God's part, demanding that total surrender. ദൈവം അത് അർഹിക്കുന്നു. പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളും ദൈവത്തിന് ഒരു പൂർണ്ണ സമർപ്പണം നൽകുന്നു. God is honored. He alone is worthy for that total surrender, and like all the nature gives that total surrender, we also have to. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം മാത്രം കണ്ടിട്ട് ഭാരപ്പെട്ട് ഇതൊരു തലവേദന പിടിച്ച ക്രിസ്തീയതയാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകല്ലേ. Seeing only this aspect, don't get discouraged or saddened by this call from God. അതിന്റെ മറുവശം, ഇതിന്റെ സന്തോഷമുള്ള ഭാഗം, നമ്മുടെ കയ്യിലുള്ളത് എത്രയും കുറച്ചാണെങ്കിലും അതിനെ ദൈവത്തിന്റെ കരങ്ങളിൽ തന്നെ കൊടുക്കുക. ദൈവം അതിന്റെ കുറവ് തീർത്ത് അതിനെ പൂർണ്ണതയുള്ളതാക്കി തീർക്കും. അതാണ് നമ്മൾ ചിന്തിച്ചത്. The other side to it is, even if it is a very small and a feeble thing that you have in your hand, if you will give it into the hand of God, he will make it complete. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. Let us really surrender ourselves to the word of God that we heard. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, our loving heavenly Father, കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നതൊന്നും കർത്താവേ ഞങ്ങൾക്ക് കർത്താവെ തരാൻ കഴിയാത്തതല്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. Thank you, Lord, for bringing us to this realization that it is not what you are asking of us is not something that we cannot give you. ബാലനെ പോലെ ഞങ്ങളുടെ കയ്യിലുള്ള എത്രയും ചെറിയ സമർപ്പണവും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Like that little child, even the smallest thing that we have as an act of surrender, we want to give it to you. അവിടുന്ന് അതിനെ അനുഗ്രഹിക്കണേ, പൂർണ്ണതയുള്ളതാക്കി തീർക്കണേ. We pray that you will make it, you bless it and you make our surrender complete.
ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവിടുന്നാണ് ഞങ്ങളിൽ അത് പ്രവർത്തിച്ചെടുക്കുന്നത് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി. We thank you, Lord, for allowing us to hear that it is you who makes us to will, and to fulfill that will, you are the one who's making it, Lord. അങ്ങേ തന്നെ ഞങ്ങളെ ശരണപ്പെടുന്നു. We only take refuge in you. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. Thank you for hearing our prayers. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. In Jesus' name, amen.